സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇപ്പോൾ ഇൻക്ലൂസീവ് ബാഡ്മിന്റൺ നടക്കുകയാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുന്നുണ്ട്. ആതിര, എങ്ങനെയാണ് മത്സരങ്ങൾ പുരോഗമിക്കുന്നത് അവിടെ? അമ്പിളി ഇന്നത്തോടുകൂടി ആ ഒരു മത്സരത്തിൻ്റെ ഒരു ആവേശമൊക്കെ തന്നെ ഇന്നത്തോടുകൂടിയാണ് ആരംഭിക്കുന്നത്. കാരണം ഇന്നലെ ഉദ്ഘാടന ചടങ്ങുകൾ മാത്രമായിരുന്നു. ആ ഒരു കായികമേളയുടെ ആവേശത്തിലേക്കും ആ ഒരു ഊർജ്ജത്തിലേക്കും ഒക്കെ ഇന്ന് മുതലാണ് നമ്മുടെ ഈ തലസ്ഥാന നഗരി കടക്കുന്നത്. ഏതായാലും ഞാൻ ഇപ്പോഴുള്ളത് ജിമ്മി ജോർജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഇപ്പോൾ ഇൻക്ലൂസീവ് ബാഡ്മിൻ്റൺ മത്സരമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളാണ്. അവർക്കായുള്ള മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഏകദേശം ഇന്ന് വൈകുന്നേരം വരെ ഈ മത്സരങ്ങളൊക്കെ തന്നെ നീളുന്നതായിരിക്കും. ഇപ്പോൾ അല്പസമയമായതേ ഉള്ളൂ ഈ മത്സരങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിട്ട്. ഈ 14 ജില്ലകളിൽ നിന്നുമുള്ള ഓരോ ടീമുകളാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കുക. രണ്ട് വിഭാഗങ്ങളായാണ്, 2 കാറ്റഗറിയാണ് മത്സരങ്ങൾ നടക്കുക. 14 വയസ്സിന് മുകളിലും 14 വയസ്സിന് താഴെയുമുള്ള കുട്ടികളുടെ 2 കാറ്റഗറി ആയിട്ടാണ് ഈ മത്സരങ്ങളൊക്കെ തന്നെ നടക്കുക. വലിയ രീതിയിലുള്ള ഒരു ആവേശമാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. കാരണം ഈ കുട്ടികളുടെയൊക്കെ മത്സരം എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും അങ്ങേയറ്റം വളരെ ആ ഒരു മത്സരത്തിന്റെ ആവേശമൊക്കെ തന്നെ കാണാൻ സാധിക്കും. വിവിധ വേദികളിലായി ഇപ്പോൾ പലതരത്തിലുള്ള മത്സരങ്ങളൊക്കെ പുരോഗമിക്കുകയാണ്. ഇവിടെ ഏതായാലും പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ ബാഡ്മിൻ്റൺ മത്സരങ്ങളാണ് നടക്കുന്നത്. വലിയൊരു ആവേശത്തിൽ തന്നെയാണ് കാണികളൊക്കെ തന്നെ ഉള്ളത്. അതുപോലെ തന്നെ ഇവരുടെ പരിശീലകരൊക്കെ തന്നെ ഒരു ആകാംക്ഷയോടുകൂടിയാണ് ഇരിക്കുന്നത്. വളരെ ടെൻഷനൊക്കെ അവരുടെ മുഖത്തുണ്ട്. കാരണം ഈ മത്സരങ്ങൾ ഒരു ചാമ്പ്യൻഷിപ്പാണ്. 3 സെറ്റ് മത്സരങ്ങളാണ് നടക്കുക. അതിൽ 2 സെറ്റിൽ വിജയിക്കുന്നവരായിരിക്കും അടുത്തൊരു സെമി ഫൈനൽ മത്സരങ്ങളിലേക്കൊക്കെ തന്നെ പോകുക. ഇന്ന് തന്നെ സെമി ഫൈനൽ മത്സരങ്ങളും ഫൈനൽ മത്സരങ്ങളും ഒക്കെ തന്നെ ഇന്ന് തന്നെ ഇവിടെ നടത്താൻ സാധിക്കുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടെ സെമി ഫൈനൽ മത്സരങ്ങളും വൈകുന്നേരത്തോടുകൂടെ ഫൈനൽ മത്സരങ്ങളും ഒക്കെ തന്നെ തീരും. ഈ ഇൻക്ലൂസീവ് മത്സര ഇനത്തിൽ ഇന്നത്തോടുകൂടി തന്നെ ഈ ബാഡ്മിന്റൺ മത്സരത്തിന്റെ വിധി അറിയാൻ സാധിക്കും. എല്ലാ ആവേശത്തോടു കൂടിയാണ് ഈ കുട്ടികളൊക്കെ തന്നെ ഇവിടെ ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഇനിയും മത്സരങ്ങൾ ഒരുപാട് ബാക്കിയുണ്ട്. കാരണം മത്സരങ്ങളുടെ ഒരു തുടക്കം ആയതേ ഉള്ളൂ. ഇനിയും ഒരുപാട് മത്സരങ്ങൾ ഇവിടെ നടക്കാനുണ്ട്. ഏതായാലും ഇവിടെ ഇപ്പോൾ മത്സരങ്ങളുടെ ഒരു ആവേശമൊക്കെ ഉണ്ട്. ഈ 12 വേദികളിലായിട്ട് ധാരാളം മത്സരങ്ങളാണ് നടക്കുന്നത്. ഇന്ന് ഏതായാലും ഇവിടെ അല്പസമയത്തിനകം ഈ മത്സരങ്ങളൊക്കെ തന്നെ ഉച്ചയോടുകൂടി ഈ മത്സരങ്ങളുടെ ഒരു വിധിയൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും.